ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 27 മരണം, നിരവധി പേർക്ക് പരിക്ക്. ആക്രമണം പഹൽഗാമയിലെ ബൈസരൻ താഴ്വരയിൽ. ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തു. കൊല്ലപ്പെട്ടവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയും. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ലഷ്കറിലെ ഉപസംഘടന. അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ. സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീതുമായി ഫെഫ്ക. ഇനി ആവർത്തിച്ചാൽ കർശന നടപടിയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ലഹരി ഉപയോഗിച്ചെന്ന് ഷൈൻ സമ്മതിച്ചു. ഇനി ആവർത്തിച്ചാൽ കർശന നടപടിയെന്നും മുന്നറിയിപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറടക്കം ശനിയാഴ്ച. ഖബറടക്കം മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ. ചടങ്ങുകൾ ഇന്ത്യൻ സമയം 1:30. പൊതുദർശനം നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. ഇന്ത്യയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതികൾ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. വ്യവസായിയായ വിജയകുമാറിന്റെയും ഭാര്യ മേരിയുടെയും മൃതദേഹം കണ്ടെത്തിയത് രക്തം വാർന്ന നിലയിൽ. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റതായും കണ്ടെത്തൽ. കൊലപാതകം വ്യക്തിപരമായ കാരണത്താലെന്ന് കോട്ടയം SP. സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 1ാം റാങ്ക് ഉത്തർപ്രദേശ് സ്വദേശി ശക്തി ദുബൈക്ക്. 2ാം റാങ്ക് സ്വന്തമാക്കി ഹരിയാന സ്വദേശി ഹർഷിത ഗോയൽ. ആദ്യ 50 റാങ്കുകളിൽ ഇടം പിടിച്ച് 5 മലയാളികൾ. സുപ്രീം കോടതിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പാർലമെന്റിന് മുകളിൽ അധികാര കേന്ദ്രങ്ങളില്ല. പരമോന്നത അധികാര കേന്ദ്രം പാർലമെന്റാണെന്നും ഉപരാഷ്ട്രപതി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. മുൻ MLA PV അൻവറിനെ ഒപ്പം നിർത്താൻ നീക്കം. തൃണമൂലിനെ മുന്നണിയിൽ എടുക്കുന്നതിൽ UDF-ൽ എതിർപ്പ്. കോൺഗ്രസ് നേതാക്കൾ നാളെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അൻവറിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ്. ഇടതുപക്ഷം MLA ആയിരുന്ന അൻവർ പരാജയമായിരുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച വിധി കേരളത്തിന് ബാധകമാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. വിധി ബാധകമാക്കണമെന്ന് കേരളത്തിന്റെ ഹർജി തമിഴ്നാട്ടിൽ നിന്ന് വ്യത്യസ്തമെന്ന് കേന്ദ്രം. കേസ് മെയ് 6 വീണ്ടും പരിഗണിക്കും. റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 2200 രൂപ വർദ്ധിച്ച് ആദ്യമായി 74,000 കടന്നു. ഗ്രാമിന് 275 രൂപ കൂടി 9290 രൂപയിലെത്തി.